ഞങ്ങളുടെ പടിഞ്ഞാറത്ത് വലിയ കുളം കുഴിച്ചിട്ടിരിക്കുന്നത്. അന്ന് അതുപോലെ തന്നെ നമ്മളിവിടെ 5-ാം ദിവസം ഇപ്പം 6 മാസമായി സമരം തുടങ്ങിയിട്ട്, അനിശ്ചിതകാലം തുടങ്ങിയിട്ട് 5 ദിവസം. ഇതുവരെ ഇതിന്റെ അധികാരികൾ നമ്മളെ തിരിഞ്ഞു നോക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ജനകീയ സമരസമിതി സിന്ദാബാദ്. ജനങ്ങളുടെ കൂടെ നിൽക്കേണ്ട ഒരുപാട് കഷ്ടപ്പെട്ട ഞങ്ങളിപ്പോൾ വരും. അന്നത്തെ കാലത്ത് ഒരു കുട്ടികൾ തിന്നിപ്പോൾ വെക്കാനൊന്നും ഞങ്ങളെ കൊണ്ടൊക്കത്തില്ല. അതുകൊണ്ട് 2 പെൺപിള്ളേർ വളർന്നിപ്പോൾ ഉണ്ട്. അതുകൊണ്ടായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ കൊല്ലം ജില്ലയിലെ കരുനാപ്പള്ളിയിലെ കോഴിക്കോട് എന്ന തീരദേശ ഗ്രാമത്തെ പറ്റിയാണ്. ഇപ്പോൾ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നത്തെ പറ്റിയാണ്. നിങ്ങൾ കുറച്ച് നാൾ മുമ്പ് സേവ് ആലപ്പാട് എന്ന് പറയുന്ന ഒരു ഹാഷ്ടാഗ് കണ്ടു കാണും. ആ ആലപ്പാടിലെ പ്രശ്നങ്ങൾ കണ്ടു കാണും. കരിമണൽ ഖനനം അതായിരുന്നു അവിടുത്തെ പ്രശ്നം. അതേ സെയിം പ്രശ്നം തന്നെയാണ് ഇന്ന് ഈ പറയുന്ന കോഴിക്കോടുകാരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 6 മാസമായിട്ട് ഇതിനൊരു പരിഹാരമില്ലാതെ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കരിമണൽ ഖനനം പ്രക്രിയ അത് നടന്നുകൊണ്ടാണ് ആലപ്പാട് എന്ന് പറയുന്ന തീരദേശ ഗ്രാമം മൊത്തത്തിൽ ഇല്ലാണ്ടായത്. അതേ സെയിം അവസ്ഥയാണ് ഇപ്പോൾ കോഴിക്കോട് എന്ന് പറയുന്ന ഈ ഒരു തീരദേശ ഗ്രാമത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ അതിന് വേണ്ടിയിട്ട് അവരുടെ കിടപ്പാടം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ സ്ട്രൈക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് കണ്ടിട്ട് അവിടുത്തെ സ്ഥലം. ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന കൊല്ലം ജില്ല. ആ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി നഗരമധ്യത്തിൽ നിന്നും മാറി ഗ്രാമത്തിൻ്റെ ഭംഗിയും തനിമയും അതിൻ്റേതായ രീതിയിൽ നിലനിർത്തി പോന്നിരുന്ന കോഴിക്കോടിൻ്റെ ഇന്നത്തെ അവസ്ഥയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു തീരദേശമായ ആലപ്പാടിൻ്റെ ഇന്നത്തെ അവസ്ഥ ഏവർക്കും സുപരിചിതമാണല്ലോ. നിരവധി ആളുകൾ താമസിച്ചിരുന്ന ആലപ്പാട് ഇന്നു വെറും ഓർമ്മ മാത്രമാണ്. സമാധാനത്തോടുകൂടി ഉറങ്ങി എഴുന്നേറ്റിരുന്ന ഗ്രാമം ഇന്ന് ഉണരുന്നത് വലിയ ടോറസ് ലോറികളുടെ ശബ്ദം കേട്ടുകൊണ്ടാണ്. ഏതൊരു പ്രശ്നത്തിനെ പോലെ നിസ്സാരമായി തള്ളിക്കളയാവുന്ന ഒന്നല്ല ഖനനം. ഈ ഒരു ഭൂപ്രകൃതിയെ ആശ്രയിച്ചു കഴിയുന്ന ഒട്ടനവധി മനുഷ്യരുടെയും ജീവജാലങ്ങളുടെയും ആവാസ വ്യവസ്ഥയെ തകർത്തുകൊണ്ടിരിക്കുന്നതാണ് ഈ ഖനനം. സമാധാനത്തോടെയും സന്തോഷത്തോടു കൂടിയും പോയിക്കൊണ്ടിരുന്ന ഈ നാടിന് സംഘർഷഭൂമിയാണ്. നമ്മുടെ ജനകീയ സമരവുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മൾ 5-ാം ദിനത്തിലേക്കാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ നമ്മുടെ ഒരു ഭൂപ്രദേശത്തെ സംബന്ധിച്ച് നമ്മളിവിടെ കൂലിപ്പണിക്കാരും അതുപോലെ തന്നെ നമ്മുടെ ഒരു ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട ഭൂമിയും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പം നമുക്ക് IRA നിയമപരമായി നേരിടാൻ നമുക്ക് സാധിക്കും. അന്ന് അതുപോലെ തന്നെ നമ്മളിവിടെ 5-ാം ദിവസം ഇപ്പം 6 മാസമായി സമരം തുടങ്ങിയിട്ട്, അനിശ്ചിതകാലം തുടങ്ങിയിട്ട് 5 ദിവസം. ഇതുവരെ ഇതിൻ്റെ അധികാരികൾ നമ്മളെ തിരിഞ്ഞു നോക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ IRAയിലേക്ക് വരുന്ന വണ്ടികളിൽ നിന്ന് തടയുന്നത്. ഇതിവിടുത്തെ IRA ഉദ്യോഗസ്ഥരും ഇവിടുത്തെ MLA ചെയർമാൻ ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വന്ന് ഒരു ചർച്ച, പക്ഷേ ഇവിടെ എന്ത് ചർച്ച നടന്നെന്ന് പറഞ്ഞാലും ശരി, നമ്മൾ ഈ പറയുന്ന പോലെ നമുക്കിവിടെ ഖനനം അനുവദിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മളിവിടെ ജനിച്ച് വളഞ്ഞ് ഈ നാട്ടിൽ തന്നെ മരിക്കാനുള്ള കാര്യങ്ങൾ തീരുമാനമൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഈ നാട് വിട്ട് എങ്ങും പോകാനും പറ്റത്തില്ല. അപ്പോൾ IRAയുടെ പാക്കേജുകളോ ഒന്നുമല്ല, നമുക്കിവിടെ ഈ IRAയുടെ ഖനനം നടത്താൻ നമ്മൾ അനുവദിക്കത്തില്ല. പ്രദേശത്തെ ഒരു ജനകീയ പ്രശ്നമാണ്. എന്തുതന്നെയായാലും നമ്മളെ ജനങ്ങൾ ഒന്നായി തീരുമാനിച്ചിരിക്കുകയാണ്. ജനങ്ങൾക്കൊപ്പം തന്നെ മുന്നിൽ നിന്നുകൊണ്ട് സമരത്തിന്റെ മുന്നിലോട്ട് പോകുന്നു. 4-ാമത്തെ ദിവസം 5-ാമത്തെ ദിവസമായിട്ട് സമരം തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ജനങ്ങളോടൊപ്പം തന്നെ ഞാനും ഉണ്ട്. എല്ലാവിധ പിന്തുണയും നമ്മൾ ഇതുവരെ മാന്യമായിട്ടുള്ള കാര്യങ്ങളും നല്ല രീതിയിൽ കൂടെ എന്നോട് പങ്കെടുത്തിരുന്നു. രാവിലെ കറണ്ടില്ലാത്ത വിഷയമായിരുന്നല്ലോ. ജനകീയ
സമരസമിതി സിന്ദാബാദ്. ജയ് ജയ് സമരസമിതി. ജയ് ജയ് ജനകീയ സമരം. ജനകീയ സമരസമിതി സിന്ദാബാദ്. നമ്മുടെ നാടിനെ രക്ഷിക്കാൻ ഒന്നിച്ചൊന്ന ഒറ്റക്കെട്ടായി എത്തിച്ചേർന്നൊരു സോദരരെ ഒരേ സ്വരത്തിൽ ഒരേ മനസ്സായി ഒന്നിച്ചൊന്നായി പറയുന്നു. ഇല്ല ഇല്ല വിട്ടുതരില്ല. ഒരിഞ്ച് ഭൂമി വിട്ടുതരില്ല. നമ്മുടെ നാടിനെ വെട്ടിമുറിക്കാൻ എത്തിച്ചേർന്ന ഒരു അയ്യാറെ. Go back, go back, go back, go back. അയ്യാറി go back. കൊടുക്കാൻ താല്പര്യമില്ല. എന്താന്ന് വെച്ചാൽ ഒരുപാട് കഷ്ടപ്പെട്ട ഞങ്ങളിപ്പോൾ വരും. അന്നത്തെ കാലത്ത് ഒരു കുട്ടികൾ ഇനിയിപ്പോൾ വെക്കാനൊന്നും ഞങ്ങളെ കൊണ്ടൊക്കത്തില്ല. അതുകൊണ്ട് രണ്ട് പെൺപിള്ളേർ വളർന്നിപ്പോൾ ഉണ്ട്. അതുകൊണ്ട് അതിന് താല്പര്യം ഞങ്ങളാരും കൊടുക്കത്തില്ല. കൊടുക്കാനുള്ള കൊടുത്തിട്ട് വേറെ മേടിക്കാനുള്ള നിവൃത്തിയൊന്നുമില്ല. ഇതുപോലെ ഒരു പേരെ ഇനി വെക്കണം. 20 മാസം വെക്കണം. ഒക്കുവോ? നമ്മള് കൂലിവേലക്കായ ഞങ്ങളൊക്കെ. അതുകൊണ്ട് കൊടുക്കാനുള്ള താല്പര്യമില്ല. ഉള്ള ആരും കൊടുക്കാനുള്ള ഒരു ഇതില്ല. ഇതൊക്കെ അധികൃതരെ അറിയിച്ചിട്ട് അവരുടെ റെസ്പോൺസ് എന്തായിരുന്നു? അവരുടെ പ്രതികരണം? ഞങ്ങളാരും സമരത്തിനൊന്നും പോയില്ല. മോളെ ഒരു ദിവസം അവിടുത്തെ പെണ്ണും ചെറുക്കനും എല്ലാം കൂടെ പോകും. പിന്നെ ഇവരെ പോയില്ല. നേരം പ്രതി ജോലിക്ക് അങ്ങ് പോത്തില്ലേ. അല്ലെങ്കിൽ അവര് നമ്മള് കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. പിന്നെ എന്തിനാ സമരത്തിന് ഇറങ്ങണം? അതായിരിക്കും നിങ്ങൾ കൊണ്ടുപോയിക്കോ. അവർ നമ്മൾക്ക് അത് കൊണ്ടുപോയിക്കോ. അങ്ങനല്ല പറയണ്ടേ. ചെയർമാൻ വ്യക്തമായിട്ട് നമ്മുടെ കരുനാഗപ്പള്ളി നഗരപിതാവ് അദ്ദേഹമാണ് തീരുമാനം പറയേണ്ടത്. തീരുമാനമുണ്ടോ? അവരവർക്ക് പറയണം. അന്നേരം മനസ്സിലാവും അതിന്റെ നിങ്ങളിവിടെ നിൽക്കണം. അന്നേരം അറിയാം നിങ്ങൾക്ക് ജനങ്ങൾ ഉപയോഗിക്കാനല്ലല്ലോ ജനപ്രതിനിധികൾ ഉണ്ടായത്. സർക്കാർ ജനങ്ങൾ കൂടെ സർക്കാർ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് വോട്ട് മേടിക്കാൻ വരുമ്പോൾ ജനങ്ങൾ ഉപയോഗിക്കുമല്ലോ. ആ ചർച്ചയ്ക്ക് നേരമൊന്നുമില്ലല്ലോ. അതിന് മുന്നാണ് നിങ്ങൾ ആ ചർച്ചയ്ക്ക് കൊണ്ട് ഞായറാഴ്ച ഒരു ദിവസം ഒരു സെന്റ് വിലക്ക് കൊടുക്കുമല്ല മേടിക്കാൻ പോകുന്നു. പിന്നെ 25 ലക്ഷം 35 ലക്ഷം രൂപ ചെലവാക്കി ഓരോ കൊട്ടിലുണ്ടാക്കി ഇട്ട അവരൊക്കെ പറയുന്ന വിലക്ക് കൊടുക്കുമ്പോൾ ആ ബൈക്കിനാ പറയുന്നത്. എന്താ വലിയൊരു ചെലവിലാണ് ജീവിക്കുന്നത്. അതല്ല 35,000 രൂപ 35 ലക്ഷം രൂപയ്ക്കൊക്കെ വീട് വെച്ച് ഉണ്ടാക്കി ഇട്ട അവർ 65,000 രൂപ ആയാന്ന് പറയുമ്പോ കോക്കാണ്ടിരിക്കുവാണോ? അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. പറയുന്നതിനൊരു മര്യാദ വേണ്ടായോ? വായു അഹങ്കാരങ്ങള് ഇല്ല. നമ്മള് ഇത്രയും പൈസ ആയില്ലേ? ഇത്രയും പൈസ വരെ അവിടെ ജീവിച്ചില്ലയോ? അന്നേരം ഇനി കൊടുക്കാൻ താല്പര്യമില്ല ഒരു കാരണവശാലും. 4 വർഷം കൊടുത്താൽ അപ്പുറം എല്ലായിടം കൊടുത്താൽ സ്വന്തം വാസസ്ഥലം ഇല്ലാതാക്കിക്കൊണ്ട് എന്ത് വികസനമാണ്? പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നശിപ്പിക്കുന്ന ഈ പ്രവൃത്തിയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഇല്ല എന്നുണ്ടെങ്കിൽ അധികാരികളുടെ മുന്നിൽ എത്തുന്നതുവരെ മാക്സിമം ഷെയർ ചെയ്യുക.